ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ളൊരു ടിഫിൻ റെസിപ്പി ആയിട്ടാണ്. ഉഴുന്നോ പരിപ്പോ ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാതെ നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. പുഴുങ്ങലരി എടുക്കരുത്, പച്ചരി തന്നെ വേണം. എന്നിട്ട് അതിൽ ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. എന്നിട്ട് ഇത് മുങ്ങാനുള്ള അളവ് അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് ഒരു രാത്രി ഫുള്ള് കുതിർത്തണം. ഒരു രാത്രി ഫുള്ള് കുതിർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരണം. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാൻ ഒരു രാത്രി ഫുള്ള് കുതിർത്തിയതാണ്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ അരി ഉലുവയുടെ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ഒരു വലിയൊരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പേസ്റ്റാണ്, ഇതുപോലൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് എടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് നല്ല സോഫ്റ്റായിട്ട് ഉള്ള ആ ഒരു ക്ലിയർ ആയിട്ടുള്ള അധികം തരിതരിയൊന്നും ഇല്ലാത്ത ആ ഒരു പാകത്തിന് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് അരി അരച്ചെടുത്ത് ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ തനിയെ മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 കപ്പ് അവിലും കൂടിയും ചേർക്കുകയാണ്. 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് അവിലും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാകത്തിന് ഒന്ന് അരച്ചെടുക്കണം. ഇത് നല്ല ഫൈൻ പേസ്റ്റ് അല്ലാതെ കുറച്ചൊരു തരിതരിയായിട്ട് ഈ ഒരു പാകത്തിന് നമ്മൾ സാധാരണ ഈ ഉഴുന്നൊക്കെ അരയ്ക്കുമല്ലോ ദോശയ്ക്ക് ഇഡ്ഡലിക്കും, ആ ഒരു പാകത്തിന് അങ്ങോട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ അരച്ച നമ്മുടെ അരി അരച്ചതിലേക്ക് ഈ തേങ്ങയും അവിലും കൂടി അരച്ചതിലേക്ക് ചേർക്കുക. ഇനി ഇത് അരച്ചത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതുവരെ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഈ 2 മിക്സും കൂടിയും അരച്ചത് നന്നായിട്ട് ഇളക്കി നമ്മളൊരു പാത്രത്തിൽ ഇതാക്കി വയ്ക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങണം. അപ്പോൾ ഇതൊന്ന് പൊങ്ങാൻ വയ്ക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് പൊങ്ങാൻ വയ്ക്കുക. അതിൽ നമ്മൾ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതെ ഒരുവിധം ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരുവിധം പൊങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ആയ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് മാവൊക്കെ ഒന്ന് പൊങ്ങി വരാൻ. എന്നാലും ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ട് ഒന്ന് പരത്തുക. എന്നിട്ട് ഒരു മൂടി കൊണ്ട് മൂടിയിട്ട് ആ ടോപ്പ് ഭാഗം ഒന്ന് വേവുന്ന വരെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ നമ്മുടെ ഈ ഉത്തപ്പം പോലെ വരും. നമ്മൾ തിരിച്ച് ഇടുന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ എടുത്ത് സെർവ് ചെയ്യാണ്. അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. അതേപോലെ മാവ് ഒഴിച്ച് കട്ടിയിൽ മാവ് ഒഴിക്കുക, അധികം പരത്തണ്ട. ഒരു മൂടി കൊണ്ട് മൂടിയിട്ട് സാധാരണ നമ്മൾ ഈ ഉത്തപ്പമൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദോശ അല്ലെങ്കിൽ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. കാരണം നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് കഴിക്കാം. തേങ്ങ ചട്നി അരയ്ക്കാം, അല്ലെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ ചിക്കൻ കറി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.